ഹായ് ഗായ്സ്, പത്രമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകളാണ് കേട്ടോ. നയനയുടെ ഈ ഒരു നന്മമരം ചമയിലൊക്കെ അങ്ങ് മാറുകയാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പ്രതികരിക്കുന്ന ഒരു നയന വരെയാണ്. നയന പ്രതികരിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുതേ. അതുപോലെ തന്നെ ദേവയാനി നയനയെ സ്നേഹിക്കാനും തുടങ്ങുകയാണ് കേട്ടോ. മുത്തശ്ശൻ വന്നിട്ട് എല്ലാ വിവരങ്ങളും പറയുന്നുണ്ട്, ജാനകിയോടും ജലജയോടും അനാമികയോടുമൊക്കെ. അപ്പോൾ അവരാകെപ്പാട് ഞെട്ടിത്തരച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ മറക്കല്ലേ. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മുത്തശ്ശൻ പറയുന്നുണ്ട് ജാനകിയോടും ജലജയോടുമായിട്ട്, നിങ്ങളെന്താ വിചാരിച്ചത്? നയനുമോൾ ഇവിടെ നിങ്ങളുടെ വേലക്കാരിയായിട്ട് നിൽക്കുമെന്നാണോ? ഒരിക്കലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ ജാനകി പറയണം, അതെന്താ അച്ഛാ അങ്ങനെ പറഞ്ഞത്? പിന്നെ എന്താ, അനാമിക മോളാണോ ഇവിടുത്തെ വേലക്കാരി? അനാമിക മോൾക്കല്ലേ ഇവിടെ നല്ല സ്ഥാനം കൊടുക്കേണ്ടത്? അവൾ എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് വന്നത്? അതുപോലാണോ നയന വന്നത്? അതുമാത്രമല്ല, പാലിൽ വിഷം ചേർത്ത് ദേവടത്തിയെ ഈ ഒരു അവസ്ഥയിലേക്ക് ആക്കിയില്ലേ? അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ജാനകി അതിന് നിൻ്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? അപ്പോൾ ജാനകി പറയാണ്, തെളിവൊന്നുമില്ല, അവളിപ്പോഴും കണ്ടില്ലേ, അവിടെ പോയി നിൽക്കല്ലേ. ഇനിയിപ്പം ഏടത്തി ഇങ്ങോട്ട് വരികയല്ലേ, ഏടത്തി വന്നു കഴിയുമ്പം ഏടത്തിയെ ശുശ്രൂഷിക്കാനൊക്കെ ആൾ വേണ്ടേ? എന്നാൽ അവൾക്ക് ഇവിടെ നിന്ന് അമ്മയെ ശുശ്രൂഷിക്കാമെന്ന് തോന്നിയില്ലല്ലോ, അവളുടെ വീട്ടിൽ സൂഹിക്കാൻ വേണ്ടി പോയിരിക്കുകയല്ലേ. അപ്പം ജലജയും പറയാണ്, ശരിയാ, അവളവിടെ സൂഹിക്കാൻ പോയിരിക്കുക, ഇവിടെ അടുക്കളയിൽ പണിത് ബാക്കിയുള്ളവരുടെ നടു ഒടിഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാം, എടി നിനക്കൊക്കെ വെച്ച് വിളമ്പി തരാനാണോ നയന മോള്? നിനക്കൊക്കെ ഭക്ഷണം കഴിക്കണമെങ്കിൽ നീയൊക്കെ തന്നെ ഉണ്ടാക്കണം, അല്ലാതെ നയന മോളെ കണ്ടുകൊണ്ടൊന്നും ആരും ഞെളിയണ്ട. അപ്പോൾ അനാമികയും പറയാണ്, ശരിയാണ്, അല്ലെങ്കിലും ബാക്കിയുള്ളവർക്കൊന്നും ഇവിടെ ഒരു വിലയില്ല, പാലിൽ വിഷം ചേർത്ത് കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചവർക്കാ വില. എന്തിനാണ് അവളെ എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശൻ പറയാണ്, അത് അനാമികയെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്, ഇനിയിപ്പം നീ ഇതൊന്നും പറയണ്ട എന്ന് പറയുമ്പോൾ അനാമിക പറയാണ്, എന്തായാലും വല്യമ്മ ഇങ്ങോട്ട് വരട്ടെ, അവളുടെ കാര്യം പോക്കാം. വല്യമ്മ എന്തായാലും അവളെ ഇവിടെ അടുപ്പിക്കില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. കാരണം പാലിൽ വിഷം ചേർത്ത് കൊടുത്ത് കൊല്ലാൻ നോക്കിയതല്ലേ. അപ്പോൾ മുത്തശ്ശൻ പറയണേ, നീ എന്താ വിചാരിച്ചത്? ദേവയാനി ഇനി വന്നു കഴിഞ്ഞാൽ നയനെ ഇവിടെ അടുപ്പിക്കില്ലെന്നോ? അതൊക്കെ നിങ്ങളുടെ വെറും സ്വപ്നങ്ങളാണ്. ഇനി ദേവയാനി നയനയെ സ്നേഹിക്കാൻ തുടങ്ങും. നിങ്ങൾ നോക്കിക്കൂ, നയന മോളില്ലാതെ അവൾക്ക് പറ്റില്ല എന്ന് പറയും. അവർ അമ്മായിയമ്മയും മരുമകളും ഒരുപാട് സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്ന നിനക്കൊക്കെ കാണാം. അപ്പം ജലജ പറയാണ്, കണ്ടാൽ മതി, അങ്ങനെയൊന്നും ഈ ജന്മം ഉണ്ടാകാൻ പോകുന്നില്ല. അത്രയ്ക്ക് ദേഷ്യമാണ് ഏടത്തിക്ക് അവളോട്. അപ്പം മുത്തശ്ശൻ പറയാണ്, എന്നാൽ നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നയനെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നയന വെറുതെ അല്ല അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത്. എന്നാണെന്നറിയോ, അവൾക്ക് വയ്യാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഉടനെ തന്നെ അനാമിക ചോദിക്കുക, എന്ത് വയ്യായിക? ചുമ്മാ പോയി നിൽക്കുകയാണ്, എന്നിട്ട് വയ്യായികയാണ് പോലും. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, അതെ വയ്യായിക തന്നെയാണ്. ദേവയാനിക്ക് കരൾ പകുത്ത് നൽകിയത് ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? ദേവയാനി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആ പെൺകുട്ടിയാണ്. തനിക്ക് കരൾ ദാനമായി തന്ന ആ പെൺകുട്ടിയെ ഇപ്പം ഏത് നേരവും അവൾ ആദർശിനോട് ആ കുട്ടിയുടെ കാര്യമാണ് ചോദിക്കുന്നത്. എപ്പോഴും ആ കുട്ടിക്ക് ഒരു കുറവുമില്ലാതെ നോക്കണം എന്നാണ് പറയുന്നത്. അതാരാണെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോഴേക്കും ജലജ പറയാണ്, അത് നയനയുടെ കൂട്ടുകാരി കല്യാണി അല്ലേ? കല്യാണിയൊന്നുമല്ല, നയനയുടെ കൂട്ടുകാരിയല്ല, നയന മോൾ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അവളുടെ വീട്ടിൽ പോയി അവൾ നിൽക്കുന്നതും അതുകൊണ്ടാണ്. അവൾക്ക് റെസ്റ്റ് വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതുകൊണ്ടാണ് അവൾ നന്ദാവനത്തിലേക്ക് പോയിരിക്കുന്നത്. അല്ലാതെ മാലയിട്ടത് കൊണ്ടോ വ്രതം എടുക്കുന്നത് കൊണ്ടോ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതോ ഒന്നുമല്ല. നിൻ്റെയൊക്കെ മനസ്സിലെ കുശുമ്പ് കൊണ്ടാണ് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. ഇത്രയും വലിയ കാര്യം ദേവയാനിക്കും ഈ കുടുംബത്തിനും വേണ്ടി ചെയ്ത അവളെ ഇനി ദേവയാനി വെറുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പോഴേക്കും ഇതെല്ലാം കേൾക്കുമ്പോൾ അവർ 3 പേരും അങ്ങ് ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അനാമിക പറയാ, എന്ത് ഇത് സത്യമാണോ? നയനയാണോ കരൾ കൊടുത്തത്? മുത്തശ്ശന് ഇക്കാര്യത്തിൽ ഉറപ്പാണോ? അപ്പോൾ പറയാണ്, അതെ എനിക്ക് ഇക്കാര്യത്തിൽ ഉറപ്പാണ്. അപ്പം ഉടനെ അനാമിക പറയാണ്, ഞാൻ എൻ്റെ കരൾ പകുത്ത് നൽകാമെന്ന് പറഞ്ഞതാണ്, പക്ഷേ അപ്പോൾ മറ്റൊരു കുട്ടി ഇതിനൊക്കെ സമ്മതിച്ചു, അതുകൊണ്ട് എൻ്റെ കരൾ വേണ്ടാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ഞാൻ കൊടുത്തതിന് വല്യമ്മയ്ക്ക് കരൾ. അപ്പം മുത്തശ്ശൻ പറയാണ്, അറിയാം അനാമികയെ, നീ കരൾ കൊടുക്കുമെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. ആരും കൊടുക്കാനില്ലാതെ വന്നപ്പോഴാണ് നയനെ അതിന് സമ്മതിച്ചത്. നയനയുടെ ആരോഗ്യസ്ഥിതി മോശമായിട്ട് പോലും അവൾ അതിനെ സമ്മതിക്കുകയായിരുന്നു. തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, അമ്മയ്ക്കൊന്നും സംഭവിക്കരുതെന്ന് പറഞ്ഞ് ആ കുട്ടിയാണ് അതിന് സംഭവിച്ചത്. ആ വിവരം ഇതുവരെ ആരോടും പറഞ്ഞിട്ടുമില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ദേവയാനി സമ്മതിച്ചില്ലെങ്കിലോ, നിങ്ങളെപ്പോലെയുള്ള അസൂയക്കൂട്ടങ്ങൾ ദേവയാനിയെ അറിയിച്ചാലോ, അതൊക്കെ ദേവയാനിയുടെ ആരോഗ്യത്തെ ബാധിച്ചാലോ എന്നൊക്കെ ഓർത്താണ് ആ കുട്ടി ഇതൊന്നും പറയണ്ടെന്ന് പറഞ്ഞത്.
ഇതിൻ്റെ ഒന്നും ക്രെഡിറ്റും അവൾ അവകാശപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ ഒരു വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. ഇനി ദേവയാനിയെയും നയനയെയും തമ്മിൽ അടുപ്പിക്കാമെന്നുള്ള വിചാരം നിങ്ങൾക്ക് വേണ്ട. കാരണം നയനയെ ഇനി അവൾ ഒരുപാട് സ്നേഹിക്കും. ഇനിയിപ്പം നയനമോക്ക് ഈ ജന്മത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സ്നേഹമായിരിക്കും ദേവയാനി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പം ഇവർ 3 പേരും അങ്ങ് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് 3 പേരും കൂടെ പറയുന്നുണ്ട്, എന്താ ഇത്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇനിയിപ്പം അച്ഛൻ പറഞ്ഞതുപോലെ ഏടത്തി വന്നു കഴിയുമ്പോഴേക്കും നയനിയെ സ്നേഹിക്കുമോ? എന്നാൽ പിന്നെ നമ്മുടെ കാര്യം പോക്കായി. അന്നേരം ജാനകി പറയാണ്, പിന്നെ നയനിയെ സ്നേഹിച്ചു, അവൾ ഇവിടെ ചെയ്തു കൂട്ടിയിരിക്കുന്നതൊക്കെ കണ്ടില്ലേ, അതിനൊന്നും ഇടയില്ല, ഏടത്തിയുടെ മനസ്സ് അങ്ങനെയൊന്നും മാറില്ല. അപ്പം അനാമികയും പറയാണ്, എന്നാലും നയനയാണല്ലോ കരൾ നൽകിയത്, എനിക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ആകെപ്പാടെ അനാമികയ്ക്ക് ടെൻഷനാവുകയാണ്. എന്താ ചെയ്യുക, ഇപ്പം നയനെ കരളും പകത്ത് നൽകി, ഇനി ഇങ്ങോട്ട് വല്യമ്മ വന്നു കഴിയുമ്പോൾ ഇതൊക്കെ മൊത്തം പ്രശ്നമാവുമോ? വാ, നമുക്ക് ഒരു വിലയും കിട്ടാതെ വരുമോ? വെറുതെ ആവുമോ അനിയുടെ ആട്ടും തുപ്പും ഒക്കെ കേട്ട് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെയുള്ള ഒരു വിഷമം വരികയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം ദേവയാനി തിരിച്ച് വരികയാണ്. ദേവയാനി വന്നു കഴിയുമ്പോഴും ഇവർ 3 പേരും ചെന്ന് നയനയുടെ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സത്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് കേട്ടോ ദേവയാനി വരുന്നത്. ദേവയാനി എല്ലാ വിവരങ്ങളും അറിഞ്ഞുകൊണ്ട് വരികയാണ്. അന്ന് കഴിയുമ്പോൾ തന്നെ ഇവരെല്ലാവരും നയനയുടെ കുറ്റം പറയുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇനിയിപ്പം നയനയുടെ കുറ്റമൊന്നും ആരും പറയണ്ട, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പാലിൽ വിഷം ചേർത്ത് തന്നത് ആരാണെന്നുള്ള വിവരമൊന്നും അറിയില്ല. അതുകൊണ്ട് വെറുതെ ഒരു കാര്യമില്ലാതെ നയനയെ കുറ്റപ്പെടുത്താനൊന്നും ആരും നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ അങ്ങ് ദേഷ്യമാവുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് ദേവയാനിയോട് ജാനകി, അത് അവൾ അവിടെ പോയി നിൽക്കുകയാണ് എടത്തി, അവൾ വെറുതെ എടത്തി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനെന്താ, ആ കുട്ടി അവിടെ പോയി നിൽക്കട്ടെ. അവൾ അവിടെ പോയി നിൽക്കുന്നത് എനിക്ക് കരൾ പകത്ത് തന്നിട്ട് അതിൻ്റെ ക്ഷീണം കൊണ്ടല്ലേ. അത്രയൊക്കെ ചെയ്യാൻ അവൾക്ക് മനസ്സുണ്ടായല്ലോ. എനിക്ക് പക്ഷേ ഇതുവരെ അവളെ മനസ്സിലാക്കാനായില്ലല്ലോ. എന്തായാലും നയനെ ഇനി ഞാൻ വെറുക്കില്ല, കാരണം അവൾ എൻ്റെ ജീവൻ രക്ഷിച്ചവളാണ് എന്നൊക്കെ പറയുമ്പോൾ ആകെപ്പാടെ അസ്വസ്ഥതയാവുകയാണ് അനാമികയ്ക്ക്. അനാമികയാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് വിളിക്കുകയാണ് കേട്ടോ രേവതിയെ. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ഇവിടെ മൊത്തം പ്രശ്നമല്ലേ, എന്ത് ചെയ്യാനാ, ആ നയനെയാണ് കരൾ പകുത്ത് കൊടുത്തതെന്ന് ഇവിടെയുള്ള വല്യമ്മയും എല്ലാവരും അറിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അവൾ കരളും പകുത്ത് കൊടുത്തു, ഇനിയിപ്പം നമുക്കിവിടെ ഒരു വിലയില്ലാതാകുകയും ചെയ്യും. എനിക്ക് ആകെപ്പാടെ ടെൻഷൻ ആവുകയാണ് അമ്മയെന്ന് പറയാണ്. അപ്പം രേവതി പറയുന്നുണ്ട്, എന്തിനാ മോളെ നീ വിഷമിക്കാതെ. അപ്പോഴേക്കും അനാമിക പറയാണ്, അമ്മേ ഇനി നമ്മളാണ് പാലിൽ വിഷം ചേർത്ത് കൊടുത്തതെന്നൊക്കെ ഉള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ, ഇവിടെ നിന്നെ ആട്ടിയിറക്കുക മാത്രമല്ല ഇനി ജയിലിൽ കിടക്കേണ്ടിയും വരും. അങ്ങനെ ഒരു വിധി കൂടി വന്നാൽ ഇനി ഞാൻ എന്താ ചെയ്യാമേ? മോളെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ ആ ദേവയാനിയെ തന്നെ അങ്ങ് പിടിക്ക്, അവിടെ നിന്ന് അടിച്ചു മാറ്റാവുന്നത് പരമാവധി നമുക്ക് അടിച്ചു മാറ്റാം. അതെങ്ങനെയാണ് അമ്മ അടിച്ചു മാറ്റുന്നത്? ഇനിയിപ്പം പാലിൽ വിഷം കൊടുത്തതിന് എന്തെങ്കിലും തെളിവുണ്ടാവുമോ? എല്ലാ പ്രവർത്തികളും നമുക്കെതിരായിട്ടാണല്ലോ അമ്മേ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ഇത് കേട്ടോണ്ട് വരികയാണ് കേട്ടോ ദേവയാനി. പെട്ടെന്ന് പാലിൽ വിഷം ചേർത്ത് കൊടുത്തത് നമ്മളാണല്ലോ എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പം ദേവയാനി അവിടെ നിൽക്കുകയാണ്. നിന്നിട്ട് അനാമികയോട് ചോദിക്കുകയാണ്, എടി കള്ളി, നീയാണല്ലേ അപ്പോൾ പാലിൽ വിഷം ചേർത്തതെന്ന് എന്നെ കൊല്ലാൻ നോക്കിയത്? നീ അപ്പോഴേക്കും അനാമിക പറയാണ്, അത് ഞാനല്ല, ഞാൻ വല്യമ്മയെ കൊല്ലാൻ നോക്കിയതല്ല, സത്യമായിട്ടും അല്ല കേട്ടോ. ഞാൻ ആ നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നോക്കിയതാ, അല്ലാതെ വല്യമ്മയെ ഉപദ്രവിക്കണമെന്നേ ഞാൻ വിചാരിച്ചില്ല. അപ്പോഴേക്കും ദേവയാനി പറയാ, എടി ദുഷ്ടേ, ഒന്നും അറിയാമല്ലാത്ത വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ കൊല്ലാൻ നീ നോക്കിയോ? അത്രയ്ക്ക് ദുഷ്ടക്കൂട്ടങ്ങളാണോ നിങ്ങൾ? നീ നിൻ്റെ അമ്മയും കൂടി എന്താ ചെയ്തത്? അത് നവ്യങ്ങാൻ കുടിച്ചിരുന്ന എന്താവുമായിരുന്നു അവളുടെ അവസ്ഥ? ഞാൻ തന്നെ മരണത്തിൽ നിന്ന് കയറി വന്നത് നയനമോളുള്ളത് കൊണ്ടല്ലേ? നീ ഇത്രയ്ക്ക് അഹങ്കാരിയും ദുഷ്ടയാണോ? ഇനി ഒരു നിമിഷം നീയൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഈ കുടുംബം തന്നെ നീയൊക്കെ കുട്ടിച്ചോറാക്കും എന്നൊക്കെ ദേവയാനി പറഞ്ഞ് നന്നായിട്ട് അനാമിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്